ഹായ്, പാർക്കുട്ടി മീഡിയയിലേക്ക് എല്ലാവർക്കും സസ്നേഹ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്ന് ആകാരത്തിന്റെ മുഴുവൻ സ്റ്റേജുകളും എക്സസൈസ് ഞാനിവിടെ കാണിക്കുന്നു. അപ്പം കൂടുതൽ വിവരണത്തിലേക്ക് പോയാൽ ആ എക്സസൈസ് മുഴുവനായി കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ആ എക്സസൈസിലേക്ക് പോവാം. 6 ഘട്ടങ്ങളും ആകാരത്തിന്റെ 6 ഘട്ടങ്ങളും ഞാനിപ്പോൾ ഈ മീഡിയയിലേക്ക് ഇടുന്നതാണ്. അതിനു മുമ്പുള്ള എക്സസൈസ് നോർമൽ എക്സസൈസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ആദ്യമേ തന്നെ നമ്മൾ ജോഗിങ് ചെയ്യുക. ഒരു 5-6 പ്രാവശ്യം നമുക്ക് ജോഗിങ് ചെയ്യാം. ഈ ജോഗിങ് ചെയ്തതിന് ശേഷം നമുക്ക് 2-3 എക്സസൈസുകൾ ഇതിലേക്ക് ഇടാം. കൈകൾ നേരെ സ്ട്രൈറ്റ് ആയി പിടിച്ചുകൊണ്ട് കൈയുടെ ഫിംഗേഴ്സ് നമ്മളുടെ ഷോൾഡർ ടച്ച് ചെയ്ത് എൽബോ മടക്കി ഫിംഗേഴ്സ് ഷോൾഡർ ടച്ച് ചെയ്യുക. ഇത് ഒരു 5-6 പ്രാവശ്യം നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ എക്സസൈസ് നമുക്ക് ചെയ്യാം. ഷോൾഡർ ലെവലിൽ നേരെ കൈകൾ നീട്ടിപ്പിടിച്ച് ഫിംഗേഴ്സ് ഷോൾഡർ ടച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു ടേണിങ് ചെയ്യാം. ഇങ്ങനെ. ഇത് നമ്മളെ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. ഇന്ന് 2 എക്സസൈസും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് കൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ പോകുന്നു. പിന്നെ നമ്മള് ഈ എക്സസൈസ്, അടുത്തത് ഇത്. ഈ എക്സസൈസ് തുടർന്ന് ബാക്ക്. ഇനി നമുക്ക് ഷോൾഡറിനെ മെല്ലെ റൊട്ടേറ്റ് ചെയ്യാം. ഷോൾഡർ റൊട്ടേഷൻ എപ്പോഴും മെല്ലെ തന്നെ ചെയ്യുക. ഇനി റിവേഴ്സ്. ഇത്. അതിനുശേഷം നമുക്ക് വിരലുകൾക്ക് ഒരു ചെറിയ എക്സസൈസ് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വെറുതെ ഹാൻഡ്സ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ചെയ്യാം. നേരെ മുന്നോട്ട് കൊണ്ടുവന്ന് ബാക്കിലേക്ക് പോകാം. നമുക്ക് ഈ എക്സസൈസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വീണ്ടും നമുക്ക് ഒരു ജോഗിങ് നമ്മളുടെ ബോഡിക്ക് നൽകാവുന്നതാണ്. ഇനി നമുക്ക് ഒരു സ്ട്രെച്ചിങ് ചെയ്യാം. ഇത്രയും വരെ ചെയ്യാം. ശരിക്കും നമുക്ക് ബെൻഡ് എത്രയും ചെയ്യാൻ അത്രയും ചെയ്യാം. ഇവിടുത്തെ പേശികൾക്ക് ഒരു വലിവ്. ഇത് ചെയ്യാം. ഇനി നമുക്ക് ഒരു ഹാഫ് ബെൻഡിങ്. ഇനി നമുക്ക് ഫുള്ളായിട്ട് ബെൻഡ് ചെയ്യാം. എപ്പോഴും നമ്മൾ കൈകൾ മുകളിലേക്ക് പൊക്കുമ്പോൾ നമ്മൾ ചെവിയോട് ചേർത്ത് പൊക്കുക. മുട്ടുകൾക്ക് വളവില്ലാതെ വേണം ഇത് ചെയ്യാൻ. ഇനി നമുക്ക് ഒരു കാലിനൊരു ബെൻഡിങ് കൊടുക്കുക. നമ്മൾ ഇത് ചെയ്യാം. ഇത് കാലിന്റെ മുട്ട് നമ്മളുടെ ചെസ്റ്റിലേക്ക് കൊണ്ടുവന്ന് ടച്ച് ചെയ്യുക. ഇത് നമ്മളുടെ ഒരു നല്ല എക്സസൈസ് ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ കാലിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. ഇത് ചെറുതായിട്ട് ചെയ്താൽ മതി. ഇത് അപ്പോൾ നമ്മൾ ഇത്രയും ചെറിയ എക്സസൈസിന് കൂടുതലിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ കാലിനെ ഒന്ന് സ്റ്റിച്ചിങ് ചെയ്യാം. ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ നമ്മൾ കുറച്ച് കൂടുതൽ എക്സസൈസ് ചെയ്തു. ഇനി നമ്മൾ 1 by 1 ആയിട്ട് നമ്മുടെ എക്സസൈസിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ബോഡിക്ക് ഒരു ജോഗിങ്, റിലാക്സേഷൻ. ഇത്രയും. ഇനി നമ്മളെ 1 by 1 ആയിട്ട് എക്സസൈസ്. ആദ്യമേ അബ്ഡോമിനൽ ക്രച്ചസിലേക്ക് പോകുന്നു. നമ്മൾ നേരെ കിടക്കുക. കാലുകൾ നേരെ വെച്ച് കിടക്കുക. പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് പോവാം. വെച്ചതിന് ശേഷം ഉദരപേശിയെ ഞെരുക്കിക്കൊണ്ട് നമ്മളുടെ ആദ്യമേ കാലിനെ ബെൻഡ് ചെയ്ത് പിടിക്കുക. ഉദരപേശിയെ ഞെരുക്കുക. ബോഡിയുടെ മുകൾ ഭാഗം പൊക്കി ഉദരപേശിയെ ഞെരുക്കുക. ഇതാണ് അബ്നോർമൽ ക്രച്ചസ്. ഇനി നമുക്ക് റിവേഴ്സ് ക്രച്ചസ് ചെയ്യണം. തല ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് കാലിനെ മടക്കി ഈ പൊസിഷനിൽ വരുത്തുക. നമുക്ക് മുട്ടിനെ കൊണ്ടുവന്ന് നമ്മുടെ ചെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം ഒരല്പം തലം പൊക്കുക. ഇത് റിവേഴ്സ് ക്രച്ചസ്. ഒരു ജോഗിങ് കൊടുക്കുക. ഇനി നമ്മൾ ഡബിൾ ക്രച്ചസിലേക്കാണ് പോണത്. അപ്പോൾ നമ്മളുടെ ശരീരത്തിന്റെ മുകൾ ഭാഗവും നേരെ കാലിന്റെ മുട്ടും ചെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. ഇത് നമ്മൾ കൈ ബാക്കിൽ സപ്പോർട്ട് കൊടുക്കാം. ഇങ്ങനെ പൊസിഷൻ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ വരിക. ഇത്
റിവേഴ്സ് സ്ക്രച്ച്. ഒരു പ്രാവശ്യം കൂടെ കാണിക്കുന്നു, റിവേഴ്സ് സ്ക്രച്ച്. ഇതാ ഇങ്ങനെ. ഇനി നമുക്ക് സൈഡ് ലെഗ് ലിഫ്റ്റ് ചെയ്യണം. ഇതാ ഇങ്ങനെ നമ്മൾ ചരിഞ്ഞ് കിടന്നിട്ട് കാലുകൾ നേരെയാക്കി കൈ ഇതാ ഇങ്ങനെ കിടന്നിട്ട് ഇത് പിടിച്ചിട്ട് കല്ലിനെ പൊക്കുക, സൈഡിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. ഇത് ഇനി നമുക്ക് മറു സൈഡിലേക്ക് ചെയ്യണം. കിടന്നിട്ട് തിരിച്ച് ചെയ്യാം. പൊക്കുക, സൈഡിലേക്ക് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് അധികം വിവരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സൈഡ് ലിഫ്റ്റ് സൈഡ് ചെയ്യണം. ലിഫ്റ്റ് സൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ സൈഡ് ലിഫ്റ്റ് സൈഡ് റിവേഴ്സ്, അതായത് ഈ സൈഡിൽ എക്സസൈസ് ചെയ്യണം. അത് നമ്മൾ ഇങ്ങനെ കിടക്കുക. അതിനുശേഷം കൈ ഇവിടെ സപ്പോർട്ട് കൊടുക്കുക, തലയുടെ ഇത്രയും ഭാഗം ഉയർത്തുക. ഈ സമയം നമ്മുടെ കാലിൻ്റെ മുട്ട ഒരു ശകലം ബെൻഡ് ചെയ്തിരിക്കട്ടെ. ഇങ്ങനെ ഇത്രയും പൊക്കുക. നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ചെയ്യണം, അതുകൊണ്ട് ഞാൻ തിരിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു റിലാക്സേഷൻ കൊടുക്കാം ബോഡിക്ക്. ഇനി നമ്മളെ ബാക്ക് സൈഡ് ലിപ്സ് ആൻഡ് സെൻറ്റർ, അതായത് കമിഴ്ന്ന് കിടന്നതിന് ശേഷം ഇതാ ഇങ്ങനെ കിടക്കുക. കൈകൾ രണ്ടും മടക്കി തലയിൽ വെച്ചിട്ട് നമ്മുടെ കാല് പൊക്കി കാലിന്റെ നേരെ സ്ട്രൈറ്റ് ആക്കിക്കൊണ്ട് സൈഡിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. അതായത് രണ്ട് സൈഡും ചെയ്യുക. ഇപ്പൊ നമ്മൾ ശരീരത്തിന്റെ 6 എക്സസൈസുകളും നന്നായി ചെയ്തു. ഇത്രയുമാണ് നമുക്ക് ആകാരത്തിന് ഉള്ളത്. ഇനി നമ്മൾക്ക് നമ്മളുടെ ശരീരത്തെ ഒരു കൂൾ ഡൗണിലേക്ക് ആക്കണം. അതിന് നമുക്ക് ബോഡിയെ ഇങ്ങനെ റിലാക്സേഷനിൽ കൊണ്ടുവരിക. കൂൾ ഡൗൺ. നമ്മളെ കൂൾ ഡൗൺ എന്ന് പറയുമ്പോൾ നേരെ ഫ്രണ്ടിലേക്ക്, നേരെ ബാക്കിലേക്ക്, നേരെ സൈഡിലേക്ക്, നേരെ സൈഡിലേക്ക്, വീണ്ടും ഫ്രണ്ടിലേക്ക്, ബാക്കിലേക്ക്, ഇത്രയും ചെയ്യുക. ഇത്രയും ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളെ കൂൾ ഡൗൺ ആയി. അതായത് നമുക്ക് കയറിയ എനർജീനെ നമ്മൾ ശരീരത്തിൽ നിന്നും മിതമായ രീതിയിൽ പ്രത്യേകിക്കാം. ഇപ്പം മനോഹരമായിട്ടുള്ള 6 എക്സസൈസുകളും നന്നായി വളരെ സിമ്പിളായിട്ട് ലളിതമായ രീതിയിലാണ് ഞാനിപ്പം വീഡിയോയിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ക്ലാസ് ആകാരത്തിന്റെ ക്ലാസ് ആണ്. അതിന്ന് ഇതോടുകൂടെ നമ്മൾ ആകാരം തീർന്നു. ഇനി നമുക്ക് ശരീര സംസ്കൃതിയാണ്, അത് അടുത്ത ദിവസമാണ്. അത് കഴിഞ്ഞ് ശുചിത്വം, അങ്ങനെ 2-3 കടമ്പകൾ കൂടെ കടന്നുമ്പോൾ നമ്മളുടെ ശരീരത്തിന്റെ ശരീര സൗന്ദര്യ, അഴകാർന്ന ശരീരത്തിന്റെ എല്ലാ പൊസിഷനിലേക്കും നമ്മൾ എത്തിക്കഴിയും. അപ്പൊ നമ്മളെ അടുത്ത ക്ലാസ് ശരീര സംസ്കൃതി, അത് അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ടുവരും. ഇനി പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നന്നായി വിവരിച്ചിരുന്നു. തുടർച്ചയായിട്ടുള്ള 6 എക്സസൈസുകളും 1 by 1 ആയിട്ടാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഏതിപ്പം കാണാത്തവർക്ക് പോലും ഇത് കണ്ടത് ഈ വീഡിയോ കാണുമ്പോൾ വേണമെങ്കിലും 6 എക്സസൈസുകൾ നമ്മൾക്ക് മനസ്സിലാക്കി ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായ രീതിയിൽ നിന്ന് വളരെ മനോഹരമായ രീതിയിലാണ്, ലളിതമായ രീതിയിലാണ് ഞാൻ ഈ 6 എക്സസൈസുകൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. കാരണം ഇതിലെ ഘട്ടങ്ങൾ, കാഠിന്യമുള്ള ഘട്ടങ്ങളെ ലഘൂകരിച്ചുകൊണ്ട് കാഠിന്യം കുറഞ്ഞ ഘട്ടത്തിലേക്കാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ എക്സസൈസ് നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ദിവസവും രാവിലെ വളരെ ഈസി ആയിട്ട് ഈ എക്സസൈസ് ചെയ്യാം. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് വളരെ പ്രയോജനപ്പെടുന്നതാണ്. അതായത് നല്ല എനർജിക്കലും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമ്മളുടെ ബോഡിയിലേക്ക് ആവരണം ചെയ്യുന്നു. ഇത് എല്ലാ ദിവസവും രാവിലെ തന്നെ ചെയ്യണം. വൈകുന്നേരം അല്ല, രാവിലെ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ എല്ലാം ഈ എക്സസൈസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിലേക്ക് ശരീര സംസ്കൃതിയായിട്ടാണ് ഞാൻ വരുന്നത്. അതുവരെ എല്ലാവർക്കും പാറുക്കുട്ടി മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ മീഡിയയിലേക്ക് എല്ലാവരും കണ്ടവരും കാണാത്തവരായിട്ടുള്ള ധാരാളം പേര് എൻ്റെ ഈ മീഡിയയിലേക്ക് കാണുകയും ഇത് ചെയ്യുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ സ്നേഹാശംസകളും പാറുക്കുട്ടിയുടെ മീഡിയയിൽ ഞാൻ തന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാക്കുന്നു.